പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളിൽ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് 48 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെന്ന് പാകിസ്ഥാൻ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത്. ഇരു രാജ്യങ്ങളുടെയും ആത്മാർത്ഥമായ ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായത്. ഇരുപക്ഷങ്ങളും സംഘർഷം തുടങ്ങിവെച്ചത് തങ്ങളല്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അഫ്ഗാൻ താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പാകിസ്ഥാനി സൈന്യമാണ് വെടിവയ്പ് ആരംഭിച്ചതെന്നും ആക്രമണത്തിൽ അഫ്ഗാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റുവെന്നും ആരോപിച്ചു. അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 80 സ്ത്രീകൾക്കും നിരവധി കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ശേഷം അഫ്ഗാൻ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് പാകിസ്ഥാനി സൈനികർ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തിയതെന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തതെന്നും പറയുന്നു. എന്നാൽ പാകിസ്ഥാനി അതോറിറ്റീസ് അഫ്ഗാൻ താലിബാൻ തന്നെയാണ് ആദ്യം വെടിയുതിർത്തതെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. ആക്രമണത്തിൽ 6 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും അവർ പറയുന്നു. അഫ്ഗാൻ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാൻ മുത്താഖി ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതെന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നടത്തിയ പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളുടെയും നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ പാകിസ്ഥാനിലെ ചില ഗ്രൂപ്പുകൾ അതിന് സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.